നമസ്കാരം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരം 50-ാം ദിവസം പിന്നിടുമ്പോൾ മുടിമുറിച്ച് പ്രതിഷേധിച്ച് ആശമാർ. ഓണറേറിയം വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ച രാപ്പകൽ സമരം 50-ാം ദിവസത്തിലെത്തിയിട്ടും സർക്കാർ അനുകൂല നടപടിയെടുക്കാത്തതിനാലാണ് ഇന്ന് തലമുണ്ടനം ചെയ്ത് പ്രതിഷേധം നടത്തിയത്. മുടി പൂർണ്ണമായും നീക്കം ചെയ്തും മുടിമുറിച്ചുമാണ് ആശമാർ സമരം കടുപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മറ്റ് കേന്ദ്രങ്ങളിലും ആശാപ്രവർത്തകർ മുടിമുറിച്ച് പ്രതിഷേധത്തിൽ പങ്കാളികളായി. അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സമരമെന്ന് സമരസമിതി നേതാവ് എസ് മിനി പറഞ്ഞു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ആദ്യം മുടി അഴിച്ചിട്ട് പ്രകടനം നടത്തി. പിന്നാലെ മുടി മുറിച്ച് പ്രതിഷേധിച്ചു. ഒരാൾ തലമുണ്ടനം ചെയ്തു. പലരും വിതുമ്പി കരയുകയായിരുന്നു. ആത്മാഭിമാനത്തിന് വേണ്ടിയാണ് ഈ സമരമെന്ന് സമര നേതാവ് മിനി പറഞ്ഞു. അധികാരികളുടെ മുന്നിൽ അടിമയായി നിന്ന് പണിയെടുത്താൽ കിട്ടുന്ന 232 രൂപ വർദ്ധിപ്പിക്കണമെന്നതാണ് ആവശ്യമെന്നും മിനി പറഞ്ഞു. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരമെന്നും എത്ര ദിവസം കഴിഞ്ഞാലും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും സമരസമിതി നേതാവ് MA ബിന്ദു പറഞ്ഞു. രാവും പകലും മഞ്ഞും മഴയും വെയിലും അതിജീവിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം മുന്നോട്ട് പോകുന്നത്. വളരെ വൈകാരികമായിട്ടായിരുന്നു മുടിമുറിക്കൽ പ്രതിഷേധത്തിൽ ആശാപ്രവർത്തകർ പങ്കെടുത്തത്. ഈ പ്രതിഷേധം കണ്ടിട്ടെങ്കിലും സർക്കാർ തങ്ങളെ പരിഗണിക്കണമെന്ന് ഇവർ ഒന്നടങ്കം പറയുന്നു. മുദ്രാവാക്യം വിളികളോടെയായിരുന്നു പ്രതിഷേധം. ഇപ്പോൾ ഞങ്ങൾ മുടി മുറിച്ചു മാറ്റുന്നു, ഇനി സർക്കാർ ഞങ്ങളുടെ തല വെട്ടിമാറ്റട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് നൂറുകണക്കിന് ആശാ വർക്കർമാർ മുടിമുറിച്ച് പ്രതിഷേധിച്ചത്. കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തിവരുന്ന പ്രക്ഷോഭത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് സർക്കാർ. ഫെബ്രുവരി 10 ആരംഭിച്ച സമരത്തിനിടെ ഫെബ്രുവരി 15, മാർച്ച് 20 ദിവസങ്ങളിൽ 2 വട്ടം മാത്രമാണ് ചർച്ച നടത്തിയത്. കഴിഞ്ഞ മാസം 10-നാണ് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരം ആരംഭിച്ചത്. ഓണറേറിയം 21,000 ആക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, ഇൻസെന്റീവിലെ വ്യവസ്ഥകൾ ഒഴിവാക്കുക തുടങ്ങിയവയായിരുന്നു ആവശ്യങ്ങൾ. ഭൂരിപക്ഷം വരുന്ന ആശമാരും ഭരണാനുകൂല സംഘടനയിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ സമരത്തെ സർക്കാർ ഗൗരവമായി എടുത്തില്ല. പിന്നെ മെല്ലെ പൊതുജനം സമരം ഏറ്റെടുത്തു. ഇടതുപക്ഷം ഒഴികെയുള്ള രാഷ്ട്രീയ നേതാക്കൾ സമരവേദിയിലെത്തി പിന്തുണ പ്രഖ്യാപിച്ചു. സമരം പൊളിക്കാൻ മറുസമരവുമായി CITU രംഗത്തെത്തിയെങ്കിലും വിജയിച്ചില്ല. സമര നേതാക്കളെ CITU നേതാക്കൾ അപഹസിച്ചതും വലിയ ചർച്ചയായിരുന്നു. സുരേഷ് ഗോപിയുടെ വരവോടെ സമരത്തിന് ഒരു ദേശീയ മുഖം കൈവന്നു. ആശമാർ കേന്ദ്ര സ്കീമിലെ ജീവനക്കാരാണെന്നും ഓണറേറിയം കൂട്ടേണ്ടത് കേന്ദ്ര സർക്കാർ ആണെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചു. കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം വിരൽ ചൂണ്ടുമ്പോഴും സമരം ചെയ്തവരുടെ ആവശ്യം മാത്രം ആരും ഗൗനിച്ചില്ല. ഇതിനിടെ സമരവേദി പൊളിക്കാനുള്ള പോലീസ് നീക്കവും വലിയ വിമർശനത്തിന് ഇടയാക്കി. സെക്രട്ടേറിയറ്റ് ഉപരോധം, നിരാഹാര സമരം, അങ്ങനെ മുറകൾ ആശമാർ മാറ്റി പരീക്ഷിച്ചു. പക്ഷേ സർക്കാർ ഇടപെടൽ മാത്രം അകലെയാണ്. കേരളത്തിലുള്ളത് 26,448 ആശാപ്രവർത്തകരാണ്. അവർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത് മാസം 7,000 രൂപ ഓണറേറിയം, കേന്ദ്രത്തിന്റെ സ്ഥിരം ഇൻസെന്റീവ് 3,000 രൂപ, ടെലിഫോൺ അലവൻസ് 200 രൂപ. ഓരോ പദ്ധതിയിലെയും പ്രകടനമനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അധികമായി നൽകുന്നത് 3,000 രൂപ. ഇങ്ങനെ ആശമാർക്ക് ഒരു മാസത്തെ പ്രതിഫലം 13,200 രൂപ. സംസ്ഥാന സർക്കാർ നൽകുന്ന 7,000 രൂപ ഓണറേറിയം ലഭിക്കാൻ ആശമാർക്ക് 10 മാനദണ്ഡം ഏർപ്പെടുത്തിയിരുന്നു. സമരത്തെ തുടർന്ന് അത് ഒഴിവാക്കി. ആശാവർക്കർമാർക്ക് ഏറ്റവും അധികം ആനുകൂല്യം കേരളത്തിലാണെന്നിരിക്കെ കേന്ദ്രത്തെ പഴിക്കാതെയുള്ള ആശമാരുടെ പ്രക്ഷോഭത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് CPM വിമർശിക്കുന്നത്. സമരത്തെ ഗൗരവമായി എടുത്താൽ രാഷ്ട്രീയവും ഭരണപരവുമായി തിരിച്ചടിയുണ്ടാവുമെന്ന വിലയിരുത്തലാണ് സർക്കാരിൻ്റെ ഈ നിസ്സംഗ സമീപനം. സെക്രട്ടേറിയറ്റ് പടിക്കൽ 63 ദിവസം പ്രതിഷേധിച്ച പോലീസ് റാങ്ക് ഹോൾഡർമാർ റാങ്ക് പട്ടിക കാലഹരണപ്പെട്ടപ്പോൾ സമരം നിർത്തിയിരുന്നു. സമാനമായി ആശാവർക്കർമാരും എഴുന്നേറ്റ് പോകുമെന്ന കണക്കൂട്ടലാണ് സർക്കാർ. തൊഴിലാളി പക്ഷത്ത് നിൽക്കുന്ന CPM സർക്കാരിൻ്റെ ഈ സമീപനം പൊതുസമൂഹത്തിൽ ചർച്ചയായി. 50 ദിവസത്തിനിടെ 2 തവണ ആരോഗ്യമന്ത്രിയെ കൊണ്ട് ചർച്ച നടത്തി സർക്കാർ ആ വിമർശനവും മറികടന്നു. കേന്ദ്രമാണ് നടപടി എടുക്കേണ്ടതെന്ന് സമരക്കാരോടുള്ള മന്ത്രി വീണ ജോർജിന്റെ മറുപടി സർക്കാരിൻ്റെ ആത്മാർത്ഥതക്കുറവിൻ്റെ തെളിവായി. പ്രതിഫല ആനുകൂല്യങ്ങൾ കൂട്ടേണ്ടതിൽ തീരുമാനമെടുക്കേണ്ട ധനമന്ത്രി KN ബാലഗോപാൽ ചർച്ചകളിലൊന്നും പങ്കെടുത്തുമില്ല. സമരത്തിൽ SUICയുടെ നേതൃത്വവും പ്രതിപക്ഷത്തിൻ്റെയും BJPയുടെയും അകമഴിഞ്ഞ പിന്തുണയുമാണ് CPMനെയും സർക്കാരിനെയും പ്രകോപിപ്പിക്കുന്നത്. തദ്ദേശ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ സമരത്തെ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കാനുള്ള ആസൂത്രിത നീക്കമായി കരുതുകയാണ് CPM.